പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ, വളരെ ഭാരപ്പെട്ട് അസ്വസ്ഥമായിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭയവും ആശങ്കയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് രീതിയിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഇതിന് മാതൃകയായി നാം എടുക്കുന്നത് ഈശോയെ തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഈശോയുടെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ തൻ്റെ കുരിശുമരണത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് തൻ്റെ അസ്വസ്ഥതയിൽ, പ്രയാസത്തിൽ, മനസ്സിലുണ്ടായ വേദനയിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? ഈശോ പറയാണ്, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? ഞാൻ എന്തു പ്രാർത്ഥിക്കണം? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. ഈശോ ചോദിക്കുകയാണ്, ആത്മഗതം ചെയ്യുകയാണ്, പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതേ നിമിഷം തന്നെ ഈശോ പറയുകയാണ്, ഈശോ അംഗീകരിക്കുകയാണ്, ഈശോ തിരിച്ചറിയുകയാണ്, ഈ മണിക്കൂറിലേക്കാണല്ലോ, ഇതാണല്ലോ എൻ്റെ മിഷൻ, ഞാൻ ഇതിനു വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. ഉടനെ തന്നെ ഈശോ മനസ്സിലാക്കുന്നു, ഈ സഹനത്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈശോ തൻ്റെ പ്രാർത്ഥന വീണ്ടും വേറൊരു രീതിയിലേക്ക് മാറ്റുകയാണ്. പിതാവേ, 28-ാം വാക്യത്തിൽ പറയുകയാണ്, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഉടനെ തന്നെ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പിതാവ് ആ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് ഈശോയോട് പറയുകയാണ്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും എല്ലാം ഞാൻ ഇനിയും നിൻ്റെ സഹനത്തെ മഹത്വപ്പെടുത്തും, ഈശോയിനെ മഹത്വപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനാ രീതി നമ്മുടെ ജീവിതത്തിലും നാം വിഷമങ്ങളിലായിരിക്കുമ്പോൾ, വളരെയധികം ഹൃദയം തകർന്നിരിക്കുമ്പോൾ, അസ്വസ്ഥമായിരിക്കുമ്പോൾ, ഈശോയെ പോലെ നമുക്കും തിരുസന്നിധിയിൽ നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ആകുലതകളും ഭയവും പരാതിയും എല്ലാം കൊണ്ടുവന്ന് ഈശോയോട് പറയാം, ദൈവത്തോട് പറയാം, ഞാൻ എന്താണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? ഈ സഹനം ദൈവഹിതമാണോ? ഈ സഹനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? പിതാവേ, ഈ സഹനത്തിൽ, എൻ്റെ ഈ വിഷമസന്ധിയിൽ, എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിൻ്റെ നാമം മഹത്വപ്പെടണമേ. ദൈവത്തിൻ്റെ നാമം എൻ്റെ സഹനത്തിൽ മഹത്വപ്പെടണമേ. ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവിന് പ്രസാദകരമായ പ്രാർത്ഥനയാണ്. അതിനാൽ ഈ പ്രാർത്ഥന രീതി നമുക്കും പഠിക്കാം, നമുക്കും ശീലിക്കാം. നമ്മുടെ സഹനങ്ങളിൽ തളരാതെ, മനസ്സ് ദുർബലമാകാതെ, ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് അതിനൊരു ഉത്തരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രാർത്ഥനാ രീതിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും ഹൃദയത്തിലുണ്ടാകട്ടെ. സഹനം വരുമ്പോൾ, വേദന വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നാം നമ്മുടെ കുരിശ് വഹിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് ആ കുരിശ് വഹിക്കുമ്പോൾ, പിതാവ് തൻ്റെ നാമത്തെ നമ്മുടെ കുരിശിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തും. പിതാവിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടും. അതിനായി ദൈവം നമുക്കൊരു കൃപ തരട്ടെ. വചനശക്തിയാൽ നമ്മളെ നിറയ്ക്കട്ടെ. ഈ വചനം നമുക്കതിന് കരുത്ത് നൽകട്ടെ. ആമേൻ.